ഞാൻ മാധ്യമങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഈ ഘട്ടത്തിൽ അവർക്കില്ല. ഈ ഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഉണ്ടായിരുന്ന സമയമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 2014 മുമ്പ് ഇന്ത്യയിലെ 82ഓളം മാധ്യമ സ്ഥാപനങ്ങൾ റിലയൻസ് ഗ്രൂപ്പ് ഒറ്റയടിക്ക് വാങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച CNN നെറ്റ്വർക്ക്. ഇന്ത്യയിലെ എല്ലാ വേനാക്കുലർ ആയിട്ടുള്ള ചാനലുകളും അവർക്ക് ഫുട് പ്രിൻ്റ് ഉണ്ടായിരുന്നു. മലയാളത്തിൽ, തമിഴിൽ എല്ലായിടത്തും അവർക്ക് ചാനലുണ്ട്. അപ്പോൾ 82 മാധ്യമ സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് ഒരു കോർപ്പറേറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇന്ത്യയുടെ ഒരു മാധ്യമ പോളിസിക്കെതിരാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അത് പത്രങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ മീഡിയ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒരേ ആൾക്ക് ഒന്നിലധികം മാധ്യമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അവർ പ്രോത്സാഹിപ്പിക്കില്ല. പത്രങ്ങളുടെ കാര്യത്തിൽ, ടെലിവിഷൻ ചാനലിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു സ്ഥാപനമില്ല, സ്വതന്ത്ര സ്ഥാപനമില്ല. പക്ഷേ ഇതിങ്ങനെ സംഭവിക്കുകയാണ്. 2013 അവർ വാങ്ങുന്നത്. അതേ വർഷം തന്നെയാണ് ഫേസ്ബുക്ക്, വാട്സപ്പ് അക്വയർ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്ത വളരെ പ്രധാനപ്പെട്ട മീഡിയ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക് വാങ്ങുന്നു. മറ്റൊന്ന് റിലയൻസ് 82 മാധ്യമങ്ങൾ ഒരുമിച്ച് വാങ്ങുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? പിന്നെ കാണുന്നത് നമുക്ക് സർക്കാരിൻ്റെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആവുക എന്നുള്ളതൊക്കെ ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പല രാജ്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ലോകത്തെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഏറ്റവും താഴേക്ക് പോകാനുള്ള കാരണം അതൊന്നുമല്ല. ഈ മാധ്യമങ്ങൾ മുട്ടിലഴയുകയോ കിടക്കുകയോ മാത്രമല്ല ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ട് ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന കുറേ അമ്മമാർ വർഗീയത പറയുന്നു. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പം ഭരണകൂടത്തിൻ്റെ ഭാഷയും പറയാം, ദാറ്റ്സ് ഫൈൻ. ഇതങ്ങനെയല്ല. സൊസൈറ്റിയെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഏറ്റവും പീക്ക് ടൈം നമ്മൾ കണ്ടത് കോവിഡിൻ്റെ സമയത്താണ്. കോട്ട് സ്യൂട്ടൊക്കെ വന്നിരുന്നിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരുന്നു സാധ്യ പ്രാചിക പറയുന്ന കാര്യം ടെലിവിഷനിൽ വന്നിരുന്ന് പറയുകയാണ്. എന്നിട്ട് അവരെ നമ്മൾ ജേർണലിസ്റ്റുകൾ എന്ന് വിളിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാം ഇന്ത്യയിൽ പോപ്പുലർ ആവുന്നതും ഇവരുടെ വിഷപ്രചാരണം, ടെലിവിഷൻ വഴിയുള്ള വിഷപ്രചാരണം അതിൻ്റെ പീക്കിലെത്തുന്നതൊക്കെ ഒരേ സമയത്താണ്. നമ്മളത് മനസ്സിലാക്കണം. ഒരു ഘട്ടത്തിൽ രാജ്യത്തെ പോളറൈസ് ചെയ്യുന്നതിൽ വലിയ പണിയെടുത്തു. 2014 മുതൽ 2020 വരെയുള്ള സമയത്ത്. ഈ സമയത്താണ് ഇൻസ്റ്റ വളരുന്നത്. ആ വളർച്ച വളരെ നിർണായകമാണ്. അത് ഈ ടെലിവിഷനിൽ നിന്നുള്ള ഈ കാഴ്ചക്കാർ കൂട്ടമായി ഇൻസ്റ്റയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും യുവാക്കൾ ഇൻസ്റ്റയിലേക്ക് പോകുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കലും ഹെയ്റ്റിന് ട്രാഫിക്കില്ല. നിങ്ങൾ എത്ര ഹെയ്റ്റ് കണ്ടന്റ് ഉണ്ടായാലും അതിന് ട്രാഫിക്കിന് ആൽഗരിതം അങ്ങനെ തന്നെയാണ്. അവിടെ നിന്നാണ് രാജ്യത്ത് ഈ പറയുന്ന ഈ സമരത്തിലേക്ക് തിരിയുന്ന ദിശാമാറ്റം ഉണ്ടാകുന്നത്. ടെലിവിഷനെ ഈ പറയുന്ന ഗോദി മീഡിയയെ ജനം കൈവിട്ടു മാത്രമല്ല, അവരെ നമ്മൾ ഈ സമരരംഗത്ത് കണ്ടാണ്. ഇൻസ്റ്റയിലേക്ക് നമ്മൾ ഒന്ന് നോക്കുക. ഇൻസ്റ്റയിലെ ഏറ്റവും നല്ല മാധ്യമ വിമർശനം റീലുകളായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോദി മീഡിയയിലെ ആങ്കർമാർ ഇരുന്ന് തേയുന്ന റീൽസിനാണ്. അതിന് റിയാക്ഷൻ വീഡിയോസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഈ ജന്തർ മന്തർ സമരത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള റീലുകളൊന്ന് റൂബിക്ക ലിയാഖ് എന്ന് പറഞ്ഞൊരു വിഷപ്രചാരകയായ ജേർണലിസ്റ്റ് ഉണ്ട്. അവരിപ്പോൾ ന്യൂസ് എയ്റ്റീനിലാണോ? എവിടെയാണെന്ന് അറിയില്ല. അവരിങ്ങനെ മാറി നടക്കും. മറ്റേ ചങ്ങായി ദൂരദർശനിലെത്തി, സുധീർ. എവിടെയാണെന്നും പറയാൻ പറ്റില്ല. ഇവർ ഈ അർണബിൻ്റെ ശൈലിയിൽ ബലൂചിസ്ഥാനിൽ നിന്ന് ഒരാളെ കൊണ്ടു നിർത്തി ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഇതൊരു ടെലിവിഷനാണ് എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാനി റൂബിക്ക ലിയാഖത്തിന് അശ്ലീലം പറഞ്ഞെടുത്തു കൊടുക്കുകയാണ്. സീരിയസ്ലി. അവർ ടെലിവിഷനിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ഇരുന്ന് ഇവരിത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അശ്ലീലം എന്ന് പറഞ്ഞാൽ മോദിയെയും റൂബിക്കയെയും ചേർത്തുകൊണ്ട് പോലും അയാൾ അശ്ലീലം പറയുകയാണ് ടെലിവിഷനിൽ വന്നിരുന്നത്. ഇതിനുള്ള റിയാക്ഷൻ വീഡിയോസാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത്രമാത്രം നാണം കെട്ട ഒരു പണിയായി ഈ പണി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് താഴേക്ക് പോയത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ജന്തർ മന്തറിൽ ഒരു സമരക്കാരനൊരു മിത്രണിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ റീലൂടെയുണ്ട്. എങ്ങനെയാണ് താഴെ പോയെന്നുള്ളത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗോദി മീഡിയ ഈ കഴിഞ്ഞ 12 വർഷം രാജ്യത്തോട് ചെയ്തത് എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു തലമുറ കൂടിയാണിത്. അപ്പോൾ ഇന്ത്യയുടെ മീഡിയ ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഇതിന് റെലവൻസ് ഇല്ല, ഇതിന് ടെലിവിഷനെ പറ്റി സംസാരിക്കുന്നതിൽ റെലവൻസ് ഇല്ല. ഞാൻ കൺസേൺഡ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മന്ത്രിമാരെല്ലാവരും ഇൻസ്റ്റാഗ്രാം റീലിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റ എങ്ങനെയാണ് ഇനി BJPയും RSSും പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ച്, മെറ്റയെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട റവന്യൂ ഉള്ളൊരു സ്ഥലമാണ് ഇൻസ്റ്റ. ഫേസ്ബുക്കിലൊന്നും ആരുമില്ല. ഫേസ്ബുക്കിലൊരു കണ്ടന്റ് ഇടാൻ കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അത് നിലനിർത്താൻ വേണ്ടി. ഇവിടെ അതല്ല. ഇവിടെ വലിയ തോതിൽ അവർക്ക് റവന്യൂ കിട്ടുന്ന സ്ഥലമാണ്. അതിലേക്ക് ഇനി ഇവർ ഹേറ്റും കൊണ്ടുവരുവാണോ? അതല്ല, ഇനി വേറെ എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുവാണ്. എന്തായാലും ഇൻസ്റ്റ വിട്ടുകളയും. ഇപ്പോൾ ന്യൂ ജനറേഷനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കമ്പാറ്റബിൾ അല്ലെങ്കിൽ അവരെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ മെസ്സേജിങ് ആപ്പുകളുടെ കാര്യം തന്നെ എടുക്കുക. വാട്സപ്പ് അവർ ഫാമിലി അഫെയർസിന് വേണ്ടി മാത്രമാണ് പുതിയ തലമുറ ഉപയോഗിക്കുന്നത്. പേരൻസിനോട് സംസാരിക്കാൻ, ഫാമിലി ഗ്രൂപ്പിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി. അവരുടെ ലോകം വേറെ പല ആപ്പുകളുമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
മില്ലേനിയൽസിന് അത്ര സുപരിചിതമല്ലാതെ അവർ ഉപയോഗിക്കാത്ത പല ആപ്പുകൾക്കും മില്യൺ കണക്കിന് യൂസേഴ്സ് ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ ടെലഗ്രാം ആവട്ടെ, സ്നാപ്ചാറ്റ് ആവട്ടെ, ഇന്നലെ നിരോധിച്ച ബിറ്റ്ചാറ്റ് ആവട്ടെ, ഈ പറയുന്ന ഒരുപാട് മെസ്സഞ്ചർ ആപ്പുകൾ പുതിയ തലമുറ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇപ്പോൾ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മെസ്സഞ്ചർ ആപ്പുകളിലാണ് ഈ മാർക്കറ്റ് പ്രധാനമായി ശ്രദ്ധിക്കുക. അഡ്വർടൈസേഴ്സ്, മാർക്കറ്റിംഗ് ടീം, ഇതും അൺടാപ്ഡായി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇൻസ്റ്റയുടെ DM, മെസ്സഞ്ചർ, ടെലഗ്രാം, ഇങ്ങനെയുള്ള അറിയപ്പെടാത്ത ഇപ്പോൾ വൈബറൊക്കെ പഴയ സാധനമാണ്. ഇപ്പോഴും അത് പുതിയ ജനറേഷൻ ഉപയോഗിക്കുന്നുണ്ട് വൈബറൊക്കെ. അങ്ങനെ ഒരുപാട് മെസ്സഞ്ചർ ആപ്പുകളുണ്ട്. ഈ മെസ്സഞ്ചർ ആപ്പുകളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പിൻട്രസ്റ്റ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ചിത്രങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം ആപ്പുകൾ വഴിയാണ് യഥാർത്ഥത്തിൽ ഈ സമരം ഉണ്ടായത് തന്നെ ആപ്പുകൾ കാരണമാണ്. അല്ലെങ്കിൽ എത്രയോ മുമ്പ് ഇത് കേന്ദ്ര സർക്കാർ ഇത് പൊളിച്ചു കളയുമായിരുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ നിലനിന്നത് എങ്ങനെയാണ്? ഡിസ്കോഡ് വഴിയാണ് അവരുടെ ഡിസ്കഷൻ നടന്നത്. ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ടെന്ന് ജിക്ക് അറിവ് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. അത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. യുവാക്കൾക്കിടയിൽ വളരെ പ്രചാരമുള്ളൊരു സാധനമാണ്. അതിന് വലിയ തോതിലുള്ള സബ്സ്ക്രിപ്ഷൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്തരം മെസ്സഞ്ചർ ആപ്പുകളെ എങ്ങനെ വരുതിയിലാക്കും? ഇപ്പോൾ ബിറ്റ്ചാറ്റ് നിരോധിച്ചതുപോലെ ഇനി ഇവരെയൊക്കെ വരുതിയിലാക്കുമോ? അതിലേക്ക് കടന്നു കയറുമോ എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. പക്ഷേ അങ്ങനെ കടന്നു കയറിയാൽ പോലും പുതിയ സാധനങ്ങൾ വരും, ഇപ്പോൾ പുതിയ ആപ്പുകൾ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ദവസായി ഇവിടെ പറഞ്ഞതുപോലെ ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയ അത് അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്രസക്തമായിട്ട് കുറച്ച് വർഷങ്ങളായി. ഇന്ത്യൻ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അതിന് ഇനി ഒരു വിലയുമില്ല. അർണബ് ഗോസ്വാമിയൊക്കെ വേറെ പണിക്ക് പോകായിരിക്കും നല്ലത്.